ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പം സ്കോഡയുടെ ഒരുപാട് വാഹനങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിപ്പോൾ അവരുടെ പുതിയ ഇലക്ട്രിക് SUV ആയിക്കോട്ടെ, സ്കോഡ എൽറോക്ക് ഇറങ്ങിയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഇനി വരാൻ പോകുന്ന കൈലാക്ക് എന്ന് പറയുന്നൊരു സബ്ഫോമേറ്റർ കോമ്പാക്ട് SUV ഉണ്ട്. പക്ഷേ എന്നാൽ ഇതിലൊക്കെ നമ്മൾ വിട്ടുപോകുന്നൊരു വാഹനമാണ് ഇവരുടെ എക്സിസ്റ്റിംഗ് വാഹനങ്ങളുടെ പോർട്ട്ഫോളിയോ. അതായത് സ്ലാവിയ ആയിക്കോട്ടെ, കുഷാക്ക് ആയിക്കോട്ടെ. കുഷാക്ക് വന്നത് 2021 2021 വന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവരുടെ MQB A0 ആർക്കിടെക്ചറിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്ന വാഹനം കുഷാക്ക് തന്നെയാണ്. അതിനുശേഷമാണ് പിന്നെ ടൈഗുൺ, അതുപോലെ സ്ലാവിയ, പിന്നീട് വെർട്ടസ് ഒക്കെ ആയിട്ട് വന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ നമ്മുടെ കുഷാക്ക് ഫേസ് ലിഫ്റ്റിൻ്റെ ടെസ്റ്റിംഗ് അവർ പല ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും ഈ വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും വരുമെന്ന് പറയുന്നുണ്ട്. കറക്റ്റായിട്ട് എപ്പോൾ വരുമെന്നുള്ള സ്കോഡ പറഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം എപ്പോൾ വരും എന്നുള്ളതൊക്കെ റൂമേഴ്സാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇവർ ഇൻ്റർനാഷണലി ടെസ്റ്റ് ചെയ്യുന്ന വാഹനം നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അവർ പിടിച്ചിരിക്കുന്നത്. ആക്ച്വലി എൻ്റെ ഒരു അറിവിൽ ഇതുവരെ സ്കോഡ അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ കുഷാക്ക് എന്ന് പറഞ്ഞ പേരിൽ വണ്ടിയൊന്നും വിൽക്കുന്നില്ല. ഫോക്സ്വാഗൻ വിൽക്കുന്നുണ്ട്. ടി ക്രോസ് എന്ന് പറഞ്ഞ പേരിൽ നമ്മുടെ ഇവിടെ കൊടുക്കുന്ന ടൈഗുൺ തന്നെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ വിൽക്കുന്നുണ്ട്. പക്ഷേ സ്കോഡ അങ്ങനെ കുഷാക്ക് പേര് മാറ്റി വിൽക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയാത്തതാണോ എന്നറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ അറിയാമെങ്കിൽ താഴെ കമൻസിൽ മെൻഷൻ ചെയ്താൽ മതി. പക്ഷേ എന്തായാലും ഇപ്പോൾ അവർ ഈ വാഹനത്തിൻ്റെ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു വേർഷനാണ് പുറത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് ടൈഗുൺ അല്ലേ എന്ന് തോന്നുന്നുണ്ടായിരിക്കും. കാരണം ഫ്രണ്ട് പ്രൊഫൈൽ എക്സാക്ട്ലി ടൈഗുണിൻ്റെ പോലെ തന്നെയുണ്ട്. എനിക്ക് പേഴ്സണലി ടൈഗുണിൻ്റെ അത്രയും വലിയൊരു ഹെഡ്ലാമ്പ്സിൻ്റെ അത്ര ഇഷ്ടമല്ല. നമ്മുടെ ഇന്നത്തെ കാലത്തെ വണ്ടികൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ലീക്ക് ആയിട്ടുള്ള ഹെഡ്ലാമ്പ്സ് ഒക്കെ ആണല്ലോ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു കുഷാക്കിലുള്ള അത്രയും സ്ലീക്ക് ആയിട്ടുള്ള ഹെഡ്ലാമ്പ്സ് അല്ല, വളരെ വലുതായിട്ടുള്ള നമ്മൾ ടൈഗുണിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പോലത്തെ ഹെഡ്ലാമ്പ്സിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈവൻ ഗ്രില്ലൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ സ്കോഡയുടെ തന്നെയായിരിക്കും. പിന്നെ താഴത്തെ ഒരു ബമ്പർ ഡിസൈൻ, അങ്ങനെ കുറച്ച് സ്കോഡയുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ ഹെഡ് ലാമ്പ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ടൈഗുണിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് ഈ വാഹനം ഇൻ്റർനാഷണലി ഇപ്പോൾ മാറാൻ പോവാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ചിലപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിന് വേണ്ടി മാറ്റങ്ങൾ വരുത്തിയതായിരിക്കുമെന്ന്. പക്ഷേ അത് അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോക്സ് വാഗൻ്റെ സെയിം ഡിസൈനുള്ള ഒരു സ്കോഡ വാഹനം അവരങ്ങനെ ഇൻ്റർനാഷണലി ഇറക്കിയിട്ടില്ല. കുറച്ചെങ്കിലും വ്യത്യാസങ്ങൾ അവരുടെ രീതിയിൽ ചെയ്യായിരുന്നു. ഇതിപ്പോൾ ശരിക്കും ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി അതുപോലൊക്കെ തന്നെയുണ്ട്. ഇനി എൻ്റെ അകത്ത് RS എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് കുഷാക്കാണ്. ഈവൻ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന അതേ 17 ഇഞ്ച് അലോയ് വീൽസ് തന്നെ വെച്ചിട്ടാണ് അവരിപ്പോൾ പുറത്തും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ ഡോറിൻ്റെ ഡിസൈൻ, ഈവൻ നമ്മുടെ സൈഡ് മിറേഴ്സിൻ്റെ ഡിസൈൻ, അതുപോലെ ക്വാർട്ടർ പാനൽ അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല, പകരം ഡോറിൻ്റെ അവിടെ ഉള്ളൊരു പാനൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ മൊത്തത്തിൽ ആ സെയിം ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഈവൻ ലെങ്ത് ആണെങ്കിൽ പോലും ഡയമെൻഷൻസ് വൈസ് അങ്ങനെ വലിയ വ്യത്യാസം വന്നതായിട്ടും തോന്നുന്നില്ല. ഇൻ്റർനാഷണലി പിന്നെ അങ്ങനെ UK ആണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിലൊക്കെയാണ് ഭയങ്കര വലിയ ഡയമെൻഷൻസ് വേണ്ടത്. അല്ലാതെ ഇത്രയും ചെറിയ വണ്ടികൾ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. സബ്ഫോമീറ്റർ റൂളും പരിപാടികളൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഇന്ത്യയിലാണ് ഒരുപാട് റൂൾസ് വന്നിരിക്കുന്നത്. ഈ സബ്ഫോമീറ്റർ കാറ്റഗറിയിൽ ഇന്ന എഞ്ചിൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന രീതിയിൽ പ്രൈസ് കുറഞ്ഞ് കിട്ടും, ടാക്സ് കുറഞ്ഞ് കിട്ടും, അങ്ങനെ കേട്ട്. ഇനി റിയർ പ്രൊഫൈലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ എക്സാക്ട്ലി കുഷാക്കാണ്. ടെയിൽ ലാംപ്സിൽ നിന്ന് അവർ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. അതായത് നമുക്ക് ഇന്ത്യയിൽ കുഷാക്കിൽ കിട്ടുന്ന പോലത്തെ സ്ലീക്ക് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ടെയിൽ ലാംപ്സ് അങ്ങനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള എലമെൻസും ഇതിനകത്ത് കാണാനില്ല. ആക്ച്വലി ഇന്ത്യയിൽ ഇപ്പം വന്ന വാഹനങ്ങളിൽ ആദ്യം തന്നെ ടെയിൽ ലാംപ്സ് കണക്ട് ചെയ്ത് വന്നൊരു വാഹനമാണ് നമ്മുടെ ഫോക്സ് വാഗൻ ടൈഗുൺ. അതിന് മുന്നേ സോണറ്റിലും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ ലൈറ്റ്സ് മൊത്തം കണക്ഷൻ ഫംഗ്ഷനിങ് ആയിരുന്നു എന്ന് എനിക്കറിയില്ല. അതിൻ്റെ അകത്തൊരു ഡിസൈൻ എലമെൻറ്റ് പോലെയൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കിപ്പം ടൈഗുൺ വന്നതിന് ശേഷം ഇഷ്ടംപോലെ വാഹനങ്ങൾ നമ്മുടെ ബാക്കിലെ ടെയിൽ ലാംപ്സ് കണക്റ്റഡ് ആയിട്ട് വരുന്നത് കണ്ടു. അതിപ്പോൾ ഒരു മാർക്കറ്റ് ട്രെൻഡാണ്. സെഡാൻ ആണെങ്കിലും SUV ആണെങ്കിലും ഹാഷ് ബാക്ക് ആണെങ്കിലും എല്ലാത്തിലും കണക്റ്റഡ് ടെയിൽ ലാംപ്സും ഈവൻ കണക്റ്റഡ് ഹെഡ് ലാംപ്സ്, കണക്റ്റഡ് DRLs അങ്ങനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇവരെന്തായാലും അങ്ങനത്തെ പരിപാടിയൊന്നും പിടിച്ചിട്ടില്ല. ആക്ച്വലി സ്കോഡയും ഫോക്സ് വാഗനും ഈവൻ നമ്മുടെ ഒരു സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈൻ പോലും ഇതുവരെ പിടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ സ്കോഡയുടെ ഈ അടുത്തൊരു മോഡേൺ സോളിഡ് ഡിസൈൻ ഫിലോസഫി എന്ന് പറഞ്ഞൊരു സംഭവം വന്നായിരുന്നു. അതിൻ്റെ അകത്ത് നിങ്ങൾ ചിലപ്പോൾ എൽറോക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് അവർ ഈ മോഡേൺ സോളിഡ് ഫിലോസഫി അപ്ലൈ ചെയ്തിട്ട് ഈ പറയുന്ന രീതിയിൽ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈൻ പാറ്റേണിലേക്ക് പോയത്. നമുക്ക് ഇന്ത്യയിൽ വരാൻ പോകുന്ന ഇനി ഇവരുടെ അടുത്ത SUV ആയ കൈലാക്കും ഈ പറയുന്ന രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് തന്നെയായിരിക്കും കിട്ടുന്നത്. അതിൻ്റെ റെൻഡേഴ്സും ഡിസൈൻ സ്കെച്ചസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്ന ഈ സ്പൈ ഷോട്ട്സ് കണ്ടിട്ട് ഇത് സ്കോഡ കുഷാക്കിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് എന്നതിനുപരി അവർ കുറച്ചും കൂടി ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിന് വേണ്ടി ഇതിൻ്റെ തന്നെ ഒരു പുറത്തൊരു വേർഷൻ റെഡിയാക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മുടെ ഇന്ത്യൻ വേർഷനുമായിട്ട് ഇതിനങ്ങനെ വലിയ കണക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഇന്ത്യയിൽ എന്തായാലും അവർ ടൈഗുണിൻ്റെ ഫേസ് വെച്ചിട്ടുള്ളൊരു കുഷാക്കൊന്നും ഇനി ഫേസ് ലിഫ്റ്റിൽ കൊടുക്കില്ല. കാരണം ടൈഗുൺ തന്നെ എന്തായാലും കുറച്ച് കാലത്തിനുള്ളിൽ ഫേസ് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ അതേ സെയിം ഹെഡ് ലാംപ്സും ഫേസും ഒക്കെ ആയിട്ട് കുഷാക്ക് അവർ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. എന്തായാലും നമുക്കിനിയിപ്പോൾ
വരാൻ പോകുന്ന ഫേസ് ലിഫ്റ്റ് വാഹനങ്ങളിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സൊക്കെ എക്സ്പെക്ട് ചെയ്യാം. സ്കോഡ അവരുടെ പുതിയ കുറച്ച് സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 360° ക്യാമറ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇനിയിപ്പോൾ അവരുടെ ഒരു ലിസ്റ്റിൽ വരാനുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം, ഈവൻ പാനോറാമിക് സൺറൂഫ് ആണെങ്കിലും അഡ്വാൻസ്ഡ് ടവർ അസിസ്റ്റൻസ് സിസ്റ്റം ഇതൊക്കെ അവർ കൺസിഡർ ചെയ്യുന്ന ഫീച്ചേഴ്സാണ്. ഈ സെഗ്മെൻറ്റിൽ ഇപ്പം ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളും ഈ പറയുന്ന ഫീച്ചേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. സെഡാൻസിലാണ് പിന്നെ നമുക്കിങ്ങനെ പാനോറാമിക് സൺറൂഫും 360° ക്യാമറയൊക്കെ അധികം കാണാൻ പറ്റാത്ത. പക്ഷേ ഇനിയിപ്പോൾ അതിലൊരു മാറ്റം വരും. നമ്മുടെ പുതിയ ഡിസയർ വരുന്നതിൽ വരെ 360° ക്യാമറ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഈവൻ നമ്മുടെ 2023 വന്ന് വെർണയിൽ പോലും ഇല്ലായിരുന്നു. സിറ്റിയിൽ പിന്നെ ലെയിൻ വാച്ച് ക്യാമറ എന്ന് പറഞ്ഞ് അവരൊരു സൈഡിൽ മാത്രം ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ വാഹനങ്ങളിൽ അവർ സെഡാൻസിൽ കൂടി പറയുന്ന ഫീച്ചേഴ്സ് പാനോറാമിക് സൺറൂഫ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. കാരണം സെഡാൻസിൻ്റെ മുകളിലുള്ള ആ ഒരു പോർഷൻ വരുന്നത്, അതായത് റൂഫ് പോർഷൻ വരുന്നത് വളരെ കുറവാണ്. അതിൽ പാനോറാമിക് സൺറൂഫ് ഫിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരിലൊക്കെ ഉള്ളതുപോലെ കുറച്ച് പോർഷൻ തുറന്നിട്ട് ബാക്കിലത്തെ ഗ്ലാസും എല്ലാം കൂടെ തുറക്കുന്ന പോലത്തെ ഒരു മെക്കാനിസം എല്ലാം ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം അവർ അതിൽ കൊടുക്കുമെന്ന്. പക്ഷേ SUVസിന് വേണ്ടി അവർ എന്തായാലും കൺസിഡർ ചെയ്യുന്നുണ്ട്. SUVs എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ക്രെറ്റ ഫേസ് ലിഫ്റ്റ്, സെൽട്ടോസ് ഫേസ് ലിഫ്റ്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഭയങ്കര എന്താ പറയുന്നത്, വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റായി മാറിയത്. ഇപ്പോൾ ഫീച്ചേഴ്സ് ഇല്ലാണ്ട് ഇവിടെ ആർക്കും പിടിച്ചേക്കാൻ പറ്റില്ല. ക്രെറ്റ ഒരു മാസത്തെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി വരെ ആയിരുന്നു. ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി എന്ന് വെച്ചാൽ SUVസിൻ്റെ കേസിൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ഒരു മാസം ക്രെറ്റ ആയിരുന്നു. 2-3 മാസം മുന്നെയാണ് അത് സംഭവിച്ചത്. അത്രയും കാലം ഇടയ്ക്കൊക്കെ പഞ്ച് വരുമായിരുന്നു, പിന്നെ ബലേനോ അങ്ങനത്തെ വണ്ടികളൊക്കെ വരായിരുന്നു. അതൊക്കെ വെട്ടിച്ചാണ് ഈ ചെറിയ വണ്ടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്രെറ്റ അവിടെ കയറിയിരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ സെഗ്മെൻറ്റിൽ എന്തോരം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഫോക്സ്വാഗനും സ്കോഡയും ഇനീഷ്യലി ഈ വണ്ടികൾ ഇറക്കിയ സമയത്ത് ഡയമെൻഷൻസ് ഒരു വലിയ പ്രശ്നമായിരുന്നു ആൾക്കാർക്ക്. നമ്മളിപ്പം ഒരു ക്രെറ്റ അല്ലെങ്കിൽ ഒരു സെൽട്ടോസ് ഓർ ഈവൻ ഒരു ഗ്രാൻഡ് വിറ്റാരൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വന്നത്. എന്നാൽ പോലും അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടികൾ അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലെങ്ത്ത് വയസ്സ് കുറച്ച് ചെറുതാണ്, അതുപോലെ വിഡ്ത്ത് വയസ്സ് കുറച്ച് ചെറുതാണ്. കാണുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സപ്പോമീറ്റർ വണ്ടി പോലെ തോന്നും. അതുകൊണ്ട് അങ്ങനെ അധികം പേര് ഇത് കൺസിഡർ ചെയ്യുന്നില്ല. ഇന്ത്യയിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ആൾക്കാർക്ക് സൈസ് വേണം. അങ്ങനെ കൊടുക്കുന്ന പൈസയ്ക്കുള്ള സൈസ് ഉണ്ടെന്ന് ആൾക്കാർക്ക് തോന്നിയില്ലെങ്കിൽ ആ വണ്ടി അങ്ങനെ വിറ്റ് പോവില്ല. ഇനിയിപ്പം കയ്യിലാക്ക് വരുന്ന കേസിൽ നമുക്കത് വരില്ല എന്ന് പ്രതീക്ഷിക്കും. കാരണം ആ വണ്ടി ഓൾറെഡി സപ്പോമീറ്റർ ആണ്. അപ്പോൾ പിന്നെ ലെങ്ത് ഒക്കെ ആ സെഗ്മെൻറ്റിലുള്ള എല്ലാ വണ്ടികളുടെ ഏകദേശം സെയിം ആണ്. 2-3 മില്ലിമീറ്ററിൻ്റെ ഒക്കെ വ്യത്യാസമുള്ളൂ. വിട്ട് പിന്നെ എന്തായാലും MQB-A0 ആർക്കിടെക്ചർ ആയതുകൊണ്ട് കുഷാക്കിൻ്റെ അത്രയൊക്കെ മിക്കവാറും കാണും. അതിപ്പോൾ ടെസ്റ്റിംഗ് ഷോട്ട്സ് ഒക്കെ കണ്ടാലും അങ്ങനെ ഭയങ്കര വലിയ വ്യത്യാസമൊന്നും അതിനകത്ത് പറയാനില്ല. അത് തന്നെയാണ് ഏകദേശം ആ സെഗ്മെൻറ്റിലുള്ള സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവർ അങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിച്ച് വണ്ടിക്ക് ഡിമാൻഡ് കുറയ്ക്കാൻ ചാൻസ് ഇല്ല. കുഷാക്കിൽ തന്നെ ഇനിയിപ്പോൾ ഫേസ് ലിഫ്റ്റ് വരുന്ന സമയത്ത് എന്തെങ്കിലും ഡയമെൻഷൻസ് വൈസ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ എന്തായാലും അവർ ആഡ് ചെയ്യും. മെക്കാനിക്കലി യാതൊരു ചേഞ്ചസും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഈ ഫോക്സ്വാഗൻ്റെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഡിസൈനിൽ ഭയങ്കര കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഇതുവരെയുള്ള അവരുടെ ഇന്ത്യയിലെ പോർട്ട്ഫോളിയോ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പോൾ ടാറ്റയൊക്കെ എടുത്ത് ചെയ്ത പോലെ ഒരു വലിയ ഒരു ജനറേഷൻ അപ്ഡേറ്റ് പോലത്തെ സംഭവം കൊണ്ട് ഫേസ് ലിഫ്റ്റ് ആണെന്ന് പറയില്ല. പിന്നെ എഞ്ചിൻസ് ആണെങ്കിൽ അതിൻ്റെ അകത്തൊരു വ്യത്യാസം ഉണ്ടാവില്ല. 1 ലിറ്റർ TSI, 1.5 TSI, 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ, 7 സ്പീഡ് DSG ഓർ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. അത് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്ത് ഇനിയും അവർ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഏതായാലും ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ കുഷാക്ക് ഫേസ് ലിഫ്റ്റിൻ്റെ അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.